സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയെ വീണ്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഗൗരിയാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. രാധികയുടെയും മാധവന്റെയും മുന്നിൽ വെച്ച് ശാരികയാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. നവീൻ ചേട്ടനെ കല്യാണം കഴിക്കാൻ അത്രയ്ക്കും തിടുക്കമാണെങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റൊരു പെൺകുട്ടിയെ നോക്കി കല്യാണം കഴിച്ചു കൊടുക്കാനും തനിക്കിപ്പോ പഠിക്കണമെന്നും ഒരു ജോലി വാങ്ങണമെന്നുള്ള നിലപാട് ശാരിക വ്യക്തമാക്കുന്നുണ്ട്. ഈ സമയം ഗൗരിക്കാണെങ്കിൽ അത് വല്ലാത്തൊരു അപമാനമായി തോന്നുകയാണ്. അവളാണെങ്കിൽ നമ്മുടെ ദേവിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദേവി ആവട്ടെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴാണ് പ്രഭാവതിക്കരികിൽ നിന്ന് ഇസബെല്ല സംസാരിക്കുന്നത് കേൾക്കുന്നത്. എന്തായാലും ഇസബെല്ലയാണെങ്കിൽ മൊന വെച്ചുകൊണ്ടാണ് ഓരോന്നും സംസാരിക്കുന്നത്. നന്ദനെ തട്ടിയെടുത്തുവെന്നും നന്ദൻ പണ്ടത്തെ കോളേജ് സ്റ്റാർ ആയിരുന്നുവെന്നും താനടക്കമുള്ളവർ നന്ദനെ ഒരുപാട് ആരാധിച്ചിരുന്നു എന്നൊക്കെ തന്നെ ഇസബെല്ല പറയുന്നു. എന്തായാലും അവിടേക്ക് നന്ദൻ വരുന്നുണ്ട്. ദേവികയുടെ മുന്നിൽ വെച്ച് തന്നെ നന്ദനെ കാണുമ്പോൾ ഇസബെല്ലയാണെങ്കിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കുമ്പോൾ നന്ദനും ആകെ ഷോക്കാവുകയാണ്. അതിലുപരി ദേവിക്കാണെങ്കിൽ അതൊന്നും തന്നെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. കേട്ടോ ആന്റി, നന്ദനെ തട്ടിയെടുത്തത് അവസാനം ഈ ദേവികയാണ്. ഇവളെ നന്ദനെ കറക്കിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ദേവിക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. നന്ദനും അത് കേട്ടൊന്നും മിണ്ടാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ സംസാരിച്ചു നിൽക്ക്, ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ, ഞാൻ ചായ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ അകത്തേക്ക് പോകുന്നു. ഇസബല്ല തന്റെ ഇപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ നന്ദൻ ചോദിക്കുമ്പോൾ, അതെന്താടാ അങ്ങനെ ഒരു ചോദ്യം, ഞാൻ ഒന്നും തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഇസബലയുടെ ഫ്യൂച്ചറും മറ്റും വിവാഹമൊന്നും ആലോചിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അറിയാമല്ലോ, ഞാൻ ഒരാളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നന്ദന്റെയും ദേവിയുടെയും നെഞ്ചിനകത്ത് തീയാണ് വാരി എറിയുന്നത്. കാരണം അവർക്ക് അതുപോലെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. ഇസബല്ലയാണെങ്കിൽ വളരെയധികം ഇമോഷണലി ആയിട്ടാണ് സംസാരിക്കുന്നത്. അവൾ പറയുന്നുണ്ട്, അയാൾ എന്റെ സ്നേഹം മനസ്സിലാക്കിയില്ല, മറിച്ച് മറ്റൊരുത്തിയുടെ സ്വന്തമായി. അതിനുശേഷം ഒരു വിവാഹം, അതെനിക്ക് ആലോചിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ സ്നേഹിച്ച ആളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അതിന് പലർക്കുമാണ് ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ദേവികയെ നോക്കുന്നു. ഇതൊക്കെ കേട്ട് ദേവിക്കും നന്ദനും എന്തോ പോലെ ആവുന്നുണ്ടെങ്കിലും അവരാണെങ്കിൽ ഒന്നും വകവെക്കാതെ അങ്ങനെ കേട്ട് നിൽക്കുകയാണ്. എന്തായാലും ഇനിയൊരു വിവാഹം അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. മനസ്സ് മാറുകയാണെങ്കിൽ ഒരുപക്ഷെ അത് നടക്കും. ദേവി, നീ ഭാഗ്യവതിയാണ്. നന്ദനെ പോലെ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടിയില്ലേ. എന്തുകൊണ്ടോ നീ അവനെ സ്വന്തമാക്കി എടുത്തു. അങ്ങനെ ദേവിയും നന്ദനും പറയുന്നുണ്ട്, ഇസബല പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ട്. പക്ഷേ മനസ്സ് മാറി മറ്റൊരു വിവാഹം കഴിക്കണം, നല്ലൊരു ഫ്യൂച്ചർ ഇസബല്ലയെ തേടിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ, എനിക്കിനി എന്റെ പ്രണയം മറന്ന് മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് കഴിയില്ല എന്ന് പറയണം. എന്തായാലും മറ്റൊരു മീരയായിട്ടാണ് ഇസബല്ല എത്തിയിരിക്കുന്നത്. പിന്നീട് അവളാണെങ്കിൽ അവിടെ നിന്നും യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. ഈ സമയം ശാരികയാവട്ടെ മുരളിയെ കാണാനായിട്ട് എത്തുകയാണ്. മുരളിയേട്ടൻ ഞാൻ കാണണമെന്ന് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ ശാരി, എന്താ അത്? ഗൗരി ചേച്ചി ഇന്ന് വീട്ടിലേക്ക് വന്നിരുന്നു. ഗൗരിയോ? എന്നോട് പറയാതെയോ? വന്നിരുന്നു. നവീൻ ചേട്ടന് എന്നെ വിവാഹം കഴിക്കണമെന്നും എത്രയും പെട്ടെന്ന് വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മുരളിയേട്ടനും വന്നിരുന്നല്ലോ. പക്ഷേ ഞാനൊരു കാര്യത്തിൽ വ്യക്തമായിട്ടൊരു മറുപടി തരാം. എനിക്കിപ്പോൾ എന്തായാലും ഒരു വിവാഹം വേണ്ട. എൻ്റെ മനസ്സിലുള്ളത് ഒരു ജോലിയാണ്. എനിക്ക് പഠിക്കണം, ജോലി വാങ്ങണം. പിന്നെ അറിയാമല്ലോ, വിവാഹം കഴിച്ചാൽ അതിലൊന്നും പറ്റില്ല. അത് എൻ്റെ ചേച്ചിയുടെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ് ചേച്ചി ഇപ്പോൾ MLA എന്നുള്ള സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാനും അതിന് തയ്യാറല്ല. നവീൻ ചേട്ടനോടും ഗൗരി ചേച്ചിയോടും മുരളിയേട്ടൻ വേണം പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നൊക്കെ പറയുമ്പോൾ, അത് പിന്നെ നവീൻ നിന്നെ മാത്രമേ മനസ്സിൽ കരുതുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ കാത്തിരിക്കേണ്ടി വരും. അല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല മുരളിയേട്ട. ഇതിനെ ചൊല്ലി ചേച്ചിയോട് പ്രശ്നം ഉണ്ടാക്കുകയോ മറ്റൊന്നും ചെയ്യരുതെന്നുള്ള കാര്യം ശാരിക വ്യക്തമാക്കുകയാണ്. എന്തായാലും മുരളിയാണെങ്കിൽ ആകെ വല്ലാതെയാവുന്നുണ്ട്. പിന്നീട് മുരളിയെ ദേവിക വിളിക്കും. എത്രയും പെട്ടെന്ന് ഗൗരിയുടെ അടുത്തേക്ക് പോകണം മുരളിയേട്ടാ, ഒന്ന് വരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, ദേവിക എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ അത് വേണ്ട ദേവിക. ശാരിക എന്നെ വന്ന് കണ്ടിരുന്നുവെന്നും അവൾക്ക് വിവാഹത്തോട് തീരെ താല്പര്യമില്ലെന്നുള്ള കാര്യം എന്നെ അറിയിച്ചു എന്നൊക്കെ പറയുമ്പോൾ, ശാരിത് എന്തുദ്ദേശിച്ചാണെന്നൊക്കെ ദേവിക ചോദിക്കുന്നു. അതൊന്നും അറിയില്ല, പക്ഷേ അവളൊരു കാര്യം വ്യക്തമായി പറഞ്ഞു, അവൾക്കിപ്പോൾ വിവാഹത്തിനോട് തീരെ താല്പര്യമില്ല. അതുപോലെ തന്നെ പഠിക്കണം, ജോലി വാങ്ങണം. നവീനോടുള്ള ഇഷ്ടക്കുറവൊന്നുമില്ല, നവീനോട് കാത്തിരിക്കാനായിട്ടാണ് പറയുന്നത്. അത് പിന്നെ അത് ആ കുട്ടി പറയുന്നതിലും ചെറിയൊരു കാര്യം ഇല്ലാതില്ല. എന്തായാലും ഞാൻ ഗൗരിയോട് സംസാരിച്ചോളാം, ദേവിക ഇതിലിടപെടണ്ട, അത് നിങ്ങളുടെ സൗഹൃദത്തെ ബാധിക്കുമെന്നൊക്കെ മുരളിയാണെങ്കിൽ പറയുന്നു. ഇത് കേട്ട് ദേവിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാം ലേറ്റസ്റ്റ് എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.